Dr. Jimmy Kuchekar, Honorable MLA Sri Roji M. John, Municipal Chairman Sri Matthew Thomas, പ്രിയപ്പെട്ട വിശിഷ്ടാതിഥികളെ, സഹപ്രവർത്തകരെ, രക്ഷിതാക്കളെ, കുഞ്ഞുമക്കളെ, ഞാൻ അധിക സമയം എടുക്കുകയില്ല. സെന്റ് ജോസഫ്സ് ഹൈസ്കൂൾ ഈ ഒരു പേര് കേട്ടുകൊണ്ടാണ് ഞാൻ ബാല്യം മുതൽ വളർന്നു വന്നത്. എന്റെ അപ്പച്ചൻ ശ്രീ എ ജേക്കബ് ഈ സ്കൂളിലെ അധ്യാപകനായിരുന്നു. 1988 അദ്ദേഹം റിട്ടയർ ചെയ്തത്. അദ്ദേഹം സ്കൂൾ വിശേഷങ്ങൾ അമ്മയുമായി പങ്കുവയ്ക്കുമ്പോൾ കേൾവിക്കാരായി ഞങ്ങൾ മക്കളും കൂടെ ഉണ്ടാകാറുണ്ട്. കൂടാതെ എന്റെ സഹോദരൻ ടോജോ ഈ സ്കൂളിലെ ഒരു വിദ്യാർത്ഥിയായിരുന്നു. സ്കൂൾ വിട്ടു വരുമ്പോൾ ഞങ്ങൾ സ്കൂളിലെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുക പതിവായിരുന്നു. ഈ ചർച്ചകളിൽ നിന്ന് സെന്റ് ജോസഫ് സ്കൂളിനെ പറ്റിയും അധ്യാപകരെ കുറിച്ചും പല വാഗ്മായ ചിത്രങ്ങളും എന്റെ മനസ്സിൽ രൂപപ്പെടാറുണ്ട്. അതിൽ ഇപ്പോഴും തെളിഞ്ഞു നിൽക്കുന്ന ഒരു ചിത്രം എന്ന് പറയുന്നത് അന്നത്തെ ഹെഡ് മാസ്റ്റർ ടി പോൾ സാറിന്റേതാണ്. സാറാണ് ചേട്ടന്റെ വർക്ക് എക്സ്പീരിയൻസ് ക്ലാസ്സിൽ പഠിപ്പിച്ചിരുന്നത്. മക്കളെ, നമുക്ക് റേഡിയോ നന്നാക്കാൻ പഠിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ക്ലാസ്സിലേക്ക് റേഡിയോയുമായി കടന്നു വരുന്ന സാറാണ്. ആ റേഡിയോ പഠിച്ച് അതിന്റെ പാർട്സ് കുട്ടികളെ കാണിച്ചു കൊടുത്ത് തിരിച്ച് റേഡിയോ റീഅസംബിൾ ചെയ്യുന്നതുമായ ആ വാഗ്മായ ചിത്രങ്ങൾ എന്റെ മനസ്സിൽ ഇന്നും പതിഞ്ഞിടപ്പുണ്ട്. ടിവിയോ മറ്റു ആധുനിക സംവിധാനങ്ങളോ നിലവിലില്ലാതിരുന്ന ഒരു സമയത്താണ് ഈ റേഡിയോ ക്ലാസ്. അന്ന് വീടുകളിലെ ഏറ്റവും വലിയ ആഡംബരം എന്ന് പറയുന്നത് റേഡിയോ തന്നെയായിരുന്നു. അങ്ങനെ ഈ അപ്പന്റെയും മകന്റെയും വിവരണങ്ങളിൽ നിന്ന് ഈ സ്കൂളും ഇവിടെ പഠിപ്പിച്ചിരുന്ന അധ്യാപകരും എനിക്ക് സുപരിചിതരായിരുന്നു. അവരാരും എന്നെ അറിയില്ലെങ്കിലും. പക്ഷേ അന്നൊന്നും ഞാൻ ഇവിടെ അധ്യാപികയായി ഈ സ്കൂളിന്റെ ഭാഗമാകുമെന്ന് സ്വപ്നേരി കരുതിയിട്ടില്ല. പക്ഷേ ദൈവകൃപയാൽ എനിക്ക് അതിനുള്ള വലിയ ഭാഗ്യമുണ്ടായി. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. സങ്കീർത്തനം 103, എന്റെ ആത്മാവെ കർത്താവിനെ വാഴ്ത്തുക, എന്റെ അന്തരംഗമേ അവിടുത്തെ വിശുദ്ധനാമത്തെ പുകഴ്ത്തുക, എന്റെ ആത്മാവെ കർത്താവിനെ വാഴ്ത്തുക, അവിടുന്ന് നൽകിയ അനുഗ്രഹമൊന്നും മറക്കരുത്. ഈ തിരുവചനങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് 31 വർഷം ഈ വിദ്യാലയത്തിൽ സേവനം ചെയ്യാൻ എനിക്ക് ലഭിച്ച കൃപയ്ക്ക് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. 1991 പെരിയ ബഹുമാനപ്പെട്ട ജോർജ് പുതുശ്ശേരി അച്ഛനായിരുന്നു സ്കൂളിന്റെ മാനേജർ. അദ്ദേഹമാണ് എന്നെ ലീവ് വേക്കൻസി ഇവിടെ അപ്പോയിന്റ് ചെയ്തത്. അദ്ദേഹത്തെയും അന്നത്തെ പാരിഷ് കൗൺസിൽ അംഗങ്ങളെയും ഞാൻ നന്ദിയോടെ സ്മരിക്കുന്നു. CD ജോസഫ് സാറായിരുന്നു അന്നത്തെ ഹെഡ് മാസ്റ്റർ. പിന്നത്തെ വർഷവും ഒരു ലീവ് വേക്കൻസിയിൽ ഞാൻ വർക്ക് ചെയ്യുകയുണ്ടായി. 1993 മാത്സിന്റെ പോസ്റ്റിൽ വേക്കൻസി ഉണ്ടാവുകയും എന്നെ നിയമിക്കുകയും ചെയ്തു. അന്നത്തെ ഹെഡ് മാസ്റ്റർ ശ്രീ KP തോമസ് സാറായിരുന്നു. അസിസ്റ്റന്റ് ഹെഡ് മാസ്റ്റർ ഇട്ടീര സാറും. ഇവരെ ഞാൻ വളരെയധികം നന്ദിയോടെ ഓർക്കുന്നു. എന്റെ 31 കൊല്ലത്തെ സർവീസിൽ 5 കൊല്ലത്തോളം കോലഞ്ചേരി, വൈപ്പിൻ, നോർത്ത് പറവൂർ BRCകളിൽ BRC ട്രെയിനറായി ഞാൻ വർക്ക് ചെയ്തു. കൂടാതെ 4 വർഷത്തോളം വിവിധ ഗവൺമെന്റ് ഹൈസ്കൂളുകളിലും വർക്ക് ചെയ്തു. BRC ട്രെയിനറായി വർക്ക് ചെയ്തപ്പോൾ ലഭിച്ച അനുഭവങ്ങൾ പിന്നീട് പലപ്പോഴും എനിക്ക് ഉപകരിച്ചിട്ടുണ്ട്. കാരണം മാത്സ് എന്ന വിഷയം മാത്രമല്ല, പലവിധ പ്രവർത്തനങ്ങളിൽ കൂടി, ട്രെയിനിങ്ങുകളിൽ കൂടി മറ്റ് വിഷയങ്ങൾ, ICDS, IEDC തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട ട്രെയിനിങ്ങുകൾ, ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പറേഷൻ, ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങിയ പലവിധ മേഖലകളിൽ കൂടിയും ആ കാലഘട്ടത്തിൽ കടന്നുപോയി. BRC സർവീസ് ഏറ്റവും ഉപകരിച്ചത് ശ്രീ എം വി പോലോസ് സാറിന്റെ കാലത്ത് ഞാൻ മാതൃ സ്കൂളിൽ തിരിച്ചെത്തിയപ്പോഴാണ്. അതുവരെ 10ാം ക്ലാസ്സിൽ ഇംഗ്ലീഷ് പഠിപ്പിച്ചിരുന്നത് PT തോമസ് സാറും PR പോലോസ് സാറുമായിരുന്നു. അവർ റിട്ടയർ ചെയ്ത അവസരമായിരുന്നു അത്. അപ്പോൾ MV പോലോസ് സാർ ആ വർഷം ഇംഗ്ലീഷ് പഠിപ്പിക്കാനുള്ള ചുമതല എന്നെ ഏൽപ്പിക്കുകയുണ്ടായി. BRCയിലായിരിക്കുമ്പോൾ 100 എന്ന പ്രൊജക്ടിന്റെ ഭാഗമായി അതിന്റെ ചാർജുള്ള ട്രെയിനർ എന്ന നിലയിൽ സ്പെഷ്യൽ ട്രെയിനിങ്ങുകൾ ഇംഗ്ലീഷിന് ഞങ്ങൾക്ക് ലഭിക്കുകയുണ്ടായിരുന്നു. പഴയകാലത്തെ പാഠ്യപദ്ധതിയിൽ നിന്ന് പുതിയ പാഠ്യപദ്ധതിയിലേക്കുള്ള ഒരു മാറ്റത്തിന്റെ കാലഘട്ടമായതിനാൽ ഈ ട്രെയിനിങ്ങുകളിൽ ഞാൻ പങ്കെടുത്തില്ലായിരുന്നുവെങ്കിൽ SSLCക്ക് ഇംഗ്ലീഷിന് 86% മാർക്ക് ലഭിച്ച
അതൊരു ഭാരമായി എനിക്ക് അനുഭവപ്പെടുമായിരുന്നു. പക്ഷേ BRCയിലെ അനുഭവ സമ്പത്ത് കൊണ്ട് MV പൗലോസ് സാർ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഭംഗിയായി ഞാൻ നിർവഹിക്കുകയുണ്ടായി. പക്ഷേ പിന്നീട് എനിക്ക് വർക്ക് അറേഞ്ച്മെന്റിൽ പോകേണ്ടതായി വന്നു. 2016-17 കാലഘട്ടത്തിൽ ചെങ്ങമനാട് GHSലാണ് ഞാൻ വർക്ക് ചെയ്തത്. അവിടെ എനിക്ക് സന്തോഷം തരുന്ന ഒരു അനുഭവം ഉണ്ടായി. കാരണം ആ സ്കൂൾ സ്ഥാപിതമായിട്ട് 48 വർഷമായിരുന്നു. പക്ഷെ ഞാൻ ആ ചെന്ന് വർക്ക് ചെയ്ത SSLC ബാച്ചിനാണ് ആദ്യമായി 100% വിജയം കരസ്ഥമാക്കാനായിട്ട് സാധിച്ചത്. അപ്പോൾ അവിടുത്തെ മീഡിയ അതൊരു വലിയ ആഘോഷമാക്കുകയും എനിക്കത് ഭാഗമാക്കാൻ സാധിക്കുകയും ചെയ്തു. തുടർന്ന് GHS ഈസ്റ്റ് മാറാടിയാണ് ഞാൻ വർക്ക് ചെയ്തത്. എനിക്ക് വളരെയധികം ഇഷ്ടം തോന്നിയ കുട്ടികളും സ്റ്റാഫുമാണ് അവിടെ ഉണ്ടായിരുന്നത്. ഞാൻ അവിടെ 1 വർഷമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ പിന്നീടുള്ള 2 വർഷങ്ങളിലും ഞാൻ അവിടെ 8ലും 9ലും പഠിപ്പിച്ച കുട്ടികൾ എന്നെ വിളിച്ച് അവർ SSLC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയാണെന്നും പ്രാർത്ഥിക്കണമെന്നും എന്നോട് ആവശ്യപ്പെടുകയുണ്ടായി. തുടർന്ന് ഞാൻ GHS പാലശ്ശേരിയിലാണ് വർക്ക് ചെയ്തത്. അവിടെ ആ വർഷം 74 കുട്ടികൾ 10ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതിയതിൽ 17 പേർക്കും A+ ലഭിക്കുകയുണ്ടായി. അതിനും എനിക്ക് അഭിമാനിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം നിങ്ങൾ കുട്ടികൾ ഉത്സാഹിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും ഉയർന്ന വിജയം ലഭിക്കും എന്ന് ഓർമ്മിപ്പിക്കുന്നതിനാണ്. നിങ്ങൾക്ക് ഇനിയും സമയം കഴിഞ്ഞിട്ടില്ല. വലിയ ബഹുമാനപ്പെട്ട ജോർജ് പുതുശ്ശേരി അച്ഛന് ശേഷം ഈ സ്കൂളിന്റെ മാനേജർമാരായിരുന്ന വലിയ ബഹുമാനപ്പെട്ട പോൾ കരിയാട്ടി അച്ഛൻ, ജോസഫ് കല്ലറയ്ക്കൽ അച്ഛൻ, ഡോക്ടർ കുര്യാക്കോസ് മുണ്ടാടൻ എന്നിവരെയും ഇവരുടെ സഹപരിചാരകർക്കും ഞാൻ കൃതജ്ഞതയായിരിക്കുന്നു. നമ്മുടെ ഇപ്പോഴത്തെ മാനേജരായ വലിയ ബഹുമാനപ്പെട്ട ഡോക്ടർ ജിമ്മി അച്ഛന്റെ നിയമപ്രകാരമുള്ള റീകോളിംഗ് ലെറ്റർ അനുസരിച്ച് ഞാൻ 2021 വീണ്ടും ഈ സ്കൂളിൽ ജോയിൻ ചെയ്തത്. അച്ഛനെയും അസിസ്റ്റന്റ് മാനേജർ അരുൺ തേറുടി അച്ഛനെയും സഹവൈദികരെയും സ്നേഹത്തോടെ ഓർക്കുകയും എന്നോട് കാണിച്ച സ്നേഹത്തിനും പരിഗണനകൾക്കും നന്ദി അർപ്പിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം എഡ്യൂക്കേഷൻ കൗൺസിൽ കൺവീനർമാർക്കും കൗൺസിൽ അംഗങ്ങൾക്കും നന്ദി പറയുന്നു. ജീവിതത്തിലെ ഒത്തിരി വർഷങ്ങൾ സന്തോഷത്തോടെ ഇവിടെ ചെലവഴിക്കാൻ സഹായിച്ച, എന്നോടൊപ്പം ജോലി ചെയ്ത് വിരമിച്ചവരും ഇപ്പോൾ ജോലിയുള്ളവരുമായ എല്ലാ അധ്യാപകരെയും ഞാൻ സ്നേഹത്തോടെ ഓർക്കുന്നു. എന്നോടൊപ്പം ജോലി ചെയ്തിരുന്ന ഒത്തിരി പേരിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് മാത്സ് ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്ന ഇത്തിരി സാറ്, MV പൗലോസ് സാറ്, MD യോഹന്നാൻ സാറ്, ഷാജി ടീച്ചർ, ഇവരെല്ലാവരും തന്നെ ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എനിക്ക് ഒത്തിരി സന്തോഷമായി. ഹെഡ് മിസ്ട്രസ് ദേവി ടീച്ചറിനും മറ്റു സഹപ്രവർത്തകർക്കും ഈ നിമിഷം വരെ ചെയ്ത എല്ലാ സ്നേഹസഹകരണത്തിനും പ്രത്യേകം നന്ദി പറയുന്നു. ഈ യാത്രയയപ്പ് വേളയിൽ എന്നോടൊപ്പം വേദികളിൽ പങ്കിടാനിരുന്ന ശ്രീ ജീവരാജ് മുണ്ടാടിന്റെ സേവനങ്ങൾക്കും നന്ദി പറയുന്നു. ഒരു ടീച്ചർ എന്ന നിലയിൽ എന്റെ ഏറ്റവും വലിയ സമ്പത്ത് ഞാൻ പഠിപ്പിച്ച കുട്ടികൾ തന്നെയാണ്. ജീവിതത്തിന്റെ വിവിധ തുറകളിൽ എത്തിച്ചേർന്നിരിക്കുന്ന അവർ, അത് ഏത് മേഖലയിലായാലും മനുഷ്യത്വം കാത്തു സൂക്ഷിക്കുന്ന വ്യക്തിത്വങ്ങളാവട്ടെ എന്നും ജീവിത വിജയം നേരട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. അവരുടെ രക്ഷിതാക്കളും എന്നോട് പ്രകടിപ്പിക്കുന്ന സ്നേഹബഹുമാനങ്ങൾക്ക് ഏറെ സന്തോഷത്തോടെ ഞാൻ നന്ദി പറയുന്നു. തങ്ങളുടെ വിലയേറിയ സമയം മാറ്റിവെച്ച് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്ന എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. എന്നെ ഈ നിലയിൽ എത്തിക്കാൻ സംഭവിച്ച എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്കും കുടുംബങ്ങൾക്കും എന്നെ പഠിപ്പിച്ച അധ്യാപകർക്കും ബാസ്റ്റിന്റെ പാറക്കലിന്റെ അമ്മച്ചി ചിന്നമ്മ ടീച്ചറുമായി ഉൾപ്പെടുന്നുണ്ട്. മറ്റു സുമനേഴ്സുകൾക്കും ഹൃദയത്തിന്റെ വാടാമലരുകൾ അർപ്പിക്കുന്നു. എന്റെ മുന്നിലുള്ള കുഞ്ഞുമക്കളോട് എനിക്ക് പറയാനുള്ളത്, ദൈവം നിങ്ങളെല്ലാവർക്കും വിവിധങ്ങളായ കഴിവുകൾ തന്നിട്ടുണ്ട്. അവ നിങ്ങൾ നേരാണെന്ന് വളർത്തിയെടുക്കുക. തങ്ങൾക്ക് തന്നെയും മാതാപിതാക്കൾക്കും സമൂഹത്തിനും രാജ്യത്തിനും പ്രയോജനപ്പെടുന്ന മിടുക്കന്മാരും മിടുക്കികളുമാവുക. ജയ് സെന്റ് ജോസഫ്.